ദീർഘകാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് നിലമ്പൂർ ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാര തുക വിതരണം ചെയ്തു തുടങ്ങി. 10 വർഷത്തോളമായി മുടങ്ങിക്കിടന്ന തുക വിതരണമാണ് ഇപ്പോൾ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നത്. ബൈപ്പാസ് നിർമ്മാണത്തിനായി ഭൂമി വിട്ടു നൽകിയ 200ഓളം സാധാരണക്കാരായ ഉടമകൾക്കാണ് തുക ലഭിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായി നടന്ന നിരന്തരമായ ഇടപെടലുകൾക്കൊടുവിലാണ് തുക അനുവദിച്ചത്. ഇന്നു മുതൽ ഉടമകളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങിയതായും ഒരാഴ്ചയ്ക്കുള്ളിൽ വിതരണം പൂർത്തിയാകുമെന്നും ആര്യടൻ ഷൗക്കത്ത് MLA അറിയിച്ചു. ഏറെക്കാലമായി നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത ഒട്ടേറെ ആളുകൾ, കുറേ സാധാരണക്കാർ അവിടെ ഭൂമി സർക്കാർ ഏറ്റെടുത്തുവെങ്കിലും അവരുടെ ഭൂമിയുടെ വില നൽകാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല, നടത്താത്ത സമരങ്ങളില്ല. പക്ഷേ അവർക്കൊരു ചില്ലി കാശ് പോലും കൊടുത്തിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ കഴിഞ്ഞ 6 മാസക്കാലമായി ഈ 10-200ഓളം സ്ഥലത്തിൻ്റെ വില ലഭിക്കാനുള്ള ആളുകളും ഞാനും ഈ കഴിഞ്ഞ 6 മാസമായി അതിൻ്റെ പിറകിലായിരുന്നു. ഇന്ന് നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ന് അതിൻ്റെ മുഴുവൻ ആളുകൾക്കും, വെളിയന്തോട് വരെ ഈ ബൈപ്പാസിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത മുഴുവൻ ആളുകൾക്കും, 200ഓളം ആളുകൾക്കും ഉള്ള തുക ഇന്നു മുതൽ നൽകിക്കഴിഞ്ഞു. ഈ ഒരാഴ്ച കൊണ്ട് അത് നൽകി പൂർത്തിയാകും എന്ന വലിയ സന്തോഷം ഈ കാര്യത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതിനുവേണ്ടി സഹായിച്ച മുഴുവൻ ആളുകളെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇനിയും എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഒക്കെ ഈ കാര്യത്തിൽ ഉണ്ടാവണം. നമുക്കൊരു നല്ല നിലമ്പൂരിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിലമ്പൂരിൽ നിന്നും വെളിയന്തോട് വരെയുള്ള ഭാഗത്തെ ഭൂവുടമകൾക്കാണ് ഈ ഘട്ടത്തിൽ തുക ലഭിക്കുന്നത്. വർഷങ്ങളായി ഭൂമിയുടെ വില ലഭിക്കാതെ ദുരിതം അനുഭവിച്ചിരുന്നവർക്ക് വലിയ ആശ്വാസമാണ് ഈ നടപടി. ഇതിനായി സഹകരിച്ച ഉദ്യോഗസ്ഥരെയും മറ്റ് ജനപ്രതിനിധികളെയും അദ്ദേഹം അഭിനന്ദിച്ചു. നിലമ്പൂരിന്റെ വികസനത്തിനായി ഇനിയും നിരവധി പദ്ധതികൾ പൂർത്തിയാക്കാനുണ്ടെന്നും അവ ഓരോന്നായി ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SS Gold, Pure Gold. SS Group, Nilambur.